ഇത് ജനങ്ങളുടെ മുമ്പിൽ മാതൃക കണ്ട ആൾക്കാരാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് ഈ കാണിച്ചു കൂട്ടണൊക്കെ. ഇതിന് മുമ്പുള്ള ഉസ്താദ്മാർ തങ്ങന്മാർക്കും അവർക്ക് കൃത്യമായി വില ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ഇറങ്ങി വന്നിട്ട് ബാബയ്ക്ക് തങ്ങളുടെ കാറിന് ഡോർ കൊടുത്തെങ്കിലേ അതിന് അതിൻ്റെതായ വില ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാൾ വലിയ കോപ്പറായം കാണിച്ചാണ് നടക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തങ്ങളെ വിമർശിക്കുന്നത് പറയും, തങ്ങളെ വിമർശിക്കണല്ല, ഇത് ഈ സമുദായത്തിന്റെ ഇജ്ജത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അത്രയ്ക്ക് ദയനീയമായിട്ടാണ് ഈ പറഞ്ഞു വന്നത്. ഷിയാബ് തങ്ങളെ ഭാര്യ മരിച്ചിട്ടേ അവിടുത്തെ ഒരു ഫോട്ടോ ചോദിച്ചിരുന്നു ചന്ദ്രിക കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ഉമറിൽ തങ്ങൾ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടോ? ആ കുടുംബായതാണ്. അല്ല പറയിപ്പിക്കണ്ട. ഇത് തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയണതേ. അത് ഏത് ഹോജ ചെയ്താലും പറയണ്ടേ. ഇന്ന് വരെയുള്ള പണ്ഡിതന്മാരെ പാണക്കാട് തങ്ങന്മാർ ആരെങ്കിലും ചെയ്യാത്ത എത്ര കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതിന് വിമർശിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫേസ്ബുക്കിൽ കിടന്ന് എല്ലാം കാണിക്കാം. ഇതൊക്കെ ജനങ്ങൾ കാണല്ലേ. ഒരു നിങ്ങൾ വേറെ സാമുദായിക നേതാവ് സാധിക്കലാണെന്ന് ഞങ്ങൾ നിഷേധിക്കലാന്ന്. പക്ഷെ അതിന്റെ ക്വാളിറ്റി കാണിക്കണം. മുൻഗാമികൾ അതേ സ്ഥാനത്ത് ഇരുന്നതാണ്, അവരതേ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ അന്ന് ഓണവും ഈ ക്രിസ്മസും ഈ പറഞ്ഞ കൂത്താട്ടോ പന്തുകളിയും എല്ലാം അന്നും ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഉണ്ടായിരുന്നു അന്ന്. അവരൊക്കെ അന്ന് ആ സ്ഥാനത്ത് ഇരുന്നതാണ്. അതേ പവിത്രത പാലിക്കണം ഞങ്ങൾ ആവശ്യമുള്ളൂ. എന്നെ പോലെ സമസ്തക്കാരൻ്റെ ആവശ്യതാണ് അതേ പവിത്രത പാലിക്കണം. അത് കളഞ്ഞു കുളിക്കരുന്നാണ് ഈ പിന്നെ പറയണത്. അത് പറയുമ്പോൾ പറയുന്നവന്റെ മെക്കിട്ടുകാരിലല്ല പണി. സമസ്തക്ക് എതിരെ ഒന്നിനെ പ്രതിരോധിക്കാൻ തന്നെ ചെയ്യും. അതിനാണ് ഈ ഗ്രൂപ്പ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അനുകൂലിക്കല്ല പ്രതികൂലിക്കല്ല. രാഷ്ട്രീയം ഇവിടെ ചർച്ചയല്ല. ഇവിടുത്തെ മുജാഹിദ് ജമാഅത്തുകളിലെ എല്ലാവർക്കും എന്തും പറയാം. സുന്നികളെയും മുയിലാക്കന്മാരെയും തങ്ങന്മാരെ ഒക്കെ എങ്ങനെ ആക്ഷേപിക്കാം. ഒരക്ഷരം ആരും കൊണ്ടൂല. ഇത് നിവൃത്തിയുടെ അങ്ങേറ്റായി. അതുകൊണ്ടായി പറയണത്. ക്ഷമയുടെ അങ്ങേറ്റം കേട്ട് ദീൻ പറയാൻ പണ്ഡിതന്മാരെ സമ്മതിക്കണില്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒപ്പിച്ച് ദീൻ പറയണമെന്നാ പറയണേ. ഏത് രാഷ്ട്രീയക്കാരനെ പേര് ദീൻ പഠിച്ചിട്ടുള്ളത് ഇവിടെ? അങ്ങനെ പലതും പറയാനുണ്ടാവും. പ്രശ്നത്തിലേ ഉള്ളൂ. ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണമെങ്കിൽ സമസ്തയ്ക്ക് എതിരെയുള്ള കാര്യത്തിന് പ്രതിരോധിക്കാൻ തന്നെ ചെയ്യും. നിങ്ങൾ രാഷ്ട്രീയക്കാരനെ പറയാനായിട്ട് മുണ്ടാൻ പാടില്ല. രാഷ്ട്രീയക്കാരനെ തൊടാതെ വർത്താനം പറഞ്ഞു അത് നടക്കൂല. റഹ്മത്തുള്ള കാസിമി ഉസ്താദ് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. മൂപ്പര് പലവട്ടം പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ശക്തമായ നിരീക്ഷണത്തിൻ്റെയും വ്യക്തമായ അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. പാണക്കാട് നേരത്തെ വഹാബികളില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പാണക്കാട് തറവാട്ടിൽ വഹാബികൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് മൂപ്പര് കുറേ മുമ്പ് പ്രസംഗിച്ച് നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ സമസ്തയിലും ഈ പറയപ്പെടുന്ന വഹാബികൾ കടന്നുകൂടിയിട്ടുണ്ട്. സമസ്തയുടെ പല സ്ഥാപനങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട്. പല പോസ്റ്റുകളിലും സമസ്തയുടെ പല പോസ്റ്റുകളിലും വഹാബികൾ കയറി കൂടിയിട്ടുണ്ട്. അത് പലർക്കും അറിയാം എന്നൊക്കെ ഖാസിമി ഉസ്താദ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും അറിയാന്നിട്ടോ ആരും അറിഞ്ഞവർ പറയാന്നിട്ടോ അല്ല, പറഞ്ഞത് കേൾക്കാന്നിട്ടുമല്ല, പക്ഷെ അനുസരിക്കാനോ നടപടിയെടുക്കാനോ തയ്യാറായില്ല എന്ന് വേണം കരുതാൻ. എല്ലാവരും കരുതുന്നു, അല്ലെങ്കിൽ കുറെ ആളുകൾ അല്ലെങ്കിൽ ആരൊക്കെയോ കരുതുന്നു ഇനി ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് പോവുള്ളൂ, മതി. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, സമസ്തയിൽ പിളർപ്പൊന്നും ഉണ്ടാവൂല. കാന്തപുരം 89 കാണിച്ചതുപോലത്തതായ അന്ന് കാണിച്ചത് വിവരദോഷമാണെങ്കിൽ അതുപോലെയുള്ള വിവരദോഷമൊന്നും ഇനി ഇവിടെ ആരും കാണിക്കില്ല. സമസ്തയൊട്ട് പിളരുകയുമില്ല. ഇങ്ങനെ കലപില ശബ്ദങ്ങളോടെ ഈ സമസ്ത ഇങ്ങനെ അങ്ങോട്ട് ചലിക്കും. അത് വിജയമാണോ പരാജയമാണോ ആത്യന്തികമായി ഉണ്ടാവുക എന്നുള്ളതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ എന്നെ കൊണ്ടാവില്ല. അത് റഹ്മത്തുള്ള കാസിമി ഉസ്താദിനെ പോലുള്ള ആളുകൾ നിരീക്ഷണം നടത്തി പറയട്ടെ, നമുക്കത് കാതോർത്തിരിക്കാം. എൻ്റെ പേര് സയ്യിദ് അബ്ദുള്ള മഷൂർ തങ്ങൾ, കൊയിലാണ്ടിയാണ്. പാണക്കാട് തങ്ങന്മാരെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ്. അതായത് ബഹുമാനപ്പെട്ട മുനവ്വറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സയ്യിദ് അബ്ദുള്ള സഖാഫ് എന്ന അവരുടെ മകളെയാണ്. ഈ അബ്ദുള്ള സഖാഫ് എന്ന് പറഞ്ഞാൽ കടുത്ത മുജാഹിദിന്റെ നേതാവും കൂടിയാണ്. ഈ അബ്ദുള്ള സഖാഫിന്റെ പിതാവാണ് അസഖാഫ് പൂക്കോയ തങ്ങൾ. ആ പൂക്കോയ തങ്ങൾ അഞ്ചനാണ് സയ്യിദ് ചെറിയ കോയ തങ്ങൾ സഖാഫ്. ഈ ചെറിയ കോയ തങ്ങളെ മകളെ കെട്ടിയത് അബ്ബാസ് അലി തങ്ങളാണ്. ഇവരെല്ലാം കടുത്ത മുജാഹിദുകളും മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരും മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ കൂടിയാണ്. ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സ്ഥിരമായി ജുമാക്കെല്ലാം കൊയിലാണ്ടി മുജാഹിദ് പള്ളിയിൽ പോകുന്നവരും കൂടിയാണ്.
പിന്നെ ഇപ്പൊ ഈ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറം പറഞ്ഞെങ്കിൽ അത്ഭുതമില്ല. കാരണം അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ്. പാണക്കാട്ട് തങ്ങന്മാരെന്ന് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കേട്ടവർക്ക് അത്ഭുതം തോന്നും. നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹിദീങ്ങളുമായിട്ടുള്ള ജീവിതമാണ്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇതിലെനിക്ക് പറയാനുള്ളൂ.